നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചട്ടിയും കലവും പായും എടുത്തുകൊണ്ട് ഇ.പി. ചുറ്റപ്പൻ താമസിക്കാതെ AKG സെന്ററിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇതാണ് LDFിലെ ഇപ്പോഴത്തെ സീൻ. ഈ സീൻ ക്രിയേറ്റ് ചെയ്തതിൽ ചുറ്റപ്പനും പങ്കുണ്ട്. രാജീവ് ചന്ദ്രശേഖറുമായി പങ്കാളിത്ത ബിസിനസ് തുടങ്ങിയതും BJPയിൽ ചേരുന്നതിന് മുന്നോടിയായി ശോഭാ സുരേന്ദ്രനെയും പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇടതുമുന്നണിക്കുണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്ന് അഹങ്കരിച്ചു നടന്ന CPMന്റെ നേതാക്കൾ തന്നെ BJP പാളയത്തിലേക്ക് ചേക്കേറാൻ തയ്യാറായി. ഇതിൽ പരം നാണക്കേട് വേറെയില്ല. CPMനെ നമ്പാൻ കൊള്ളില്ലെന്ന് വ്യക്തമായി മനസ്സിലായതോടെയാണ് മുസ്ലിം സമുദായം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊപ്പം നിൽക്കാഞ്ഞത്. നേതാക്കളുടെയും മക്കളുടെയും ബിസിനസ് സംരംഭങ്ങൾ പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാക്കിയ ചീത്തപ്പേര് ചില്ലറയല്ല. ഇത് ആരെങ്കിലും ചോദ്യം ചെയ്താൽ നേതാക്കളുടെ മക്കൾക്ക് ബിസിനസ് ചെയ്യാനൊക്കില്ലേ എന്നാണ് മറുചോദ്യം. നിങ്ങൾ ബിസിനസ് എന്നല്ല, മാന്യമായ എന്ത് ബിസിനസ്സും നടത്തിക്കോളൂ, പക്ഷേ അത് അധികാരത്തിന്റെ തണലിൽ വേണ്ട. പിണറായി വിജയന്റെ മകൾ കമ്പനി നടത്തുന്നതിൽ ആർക്കും എതിർപ്പില്ല. ആ കമ്പനിക്ക് മറ്റ് പല ബിസിനസ്സുകാരിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് പണം ലഭിക്കുമ്പോഴാണ് പ്രശ്നം. ഇ.പി. ചുറ്റപ്പന്റെയും മകന്റെയും കാര്യത്തിൽ ഇതേ ആക്ഷേപമാണ് ഉള്ളത്. പിണറായി വിജയന്റെ കസേര ഇളക്കാൻ CPMലും ഇടതുപക്ഷത്തും ആർക്കും ധൈര്യമില്ലാത്തതിനാൽ തൽക്കാലം ചുറ്റപ്പനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി പാർട്ടിയെയും മുന്നണിയെയും ശുദ്ധീകരിക്കാനാണ് നീക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തലിന് തയ്യാറായിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നത് കണ്ടറിയണം. CPI സംസ്ഥാന ജില്ലാ കൗൺസിൽ യോഗങ്ങളിലെല്ലാം മുൻപും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മന്ത്രി GR അനിലിന്റെ ഭാര്യയും CPI സംസ്ഥാന കൗൺസിൽ അംഗവുമായ ലളിത മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞ് പരിഹസിച്ചത് വലിയ വാർത്തയായിരുന്നു. പിണറായി ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ അടുത്ത തവണ നിയമസഭയിൽ 50 സീറ്റ് പോലും ലഭിക്കില്ലെന്ന് പല നേതാക്കളും പറഞ്ഞു തുടങ്ങി. മുന്നണി നേതൃത്വത്തിൽ അഴിച്ചുപണി വേണമെന്നും യുവാക്കളെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്നും C. ദിവാകരൻ വെടിപൊട്ടിച്ചു കഴിഞ്ഞു. അത് E.P. ജയരാജൻ അടക്കമുള്ളവരെ ലക്ഷ്യമിട്ടാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് എക്സൈസ് വകുപ്പിൽ പോലും കൈകടത്തി തുടങ്ങിയത് CPMൽ തന്നെ അതൃപ്തിക്ക് ഇടയാക്കി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പതിവിലും നേരത്തെ ചിട്ടവട്ടത്തോടെയാണ് LDF തുടങ്ങിയത്. 12 സീറ്റുകളാണ് ലക്ഷ്യമിട്ടത്. 8 എണ്ണത്തിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു. K. രാധാകൃഷ്ണൻ ഒരു മാന്യനായതുകൊണ്ട് ആലത്തൂർ ഒരു കരപറ്റി. ഇല്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു. ഇടത്തേക്ക് വന്നതോടെ ജോസ് കെ മാണിക്ക് കഷ്ടകാലമാണ്. പതിവായി ജയിച്ചുകൊണ്ടിരുന്ന കോട്ടയം സീറ്റ് PJ ജോസഫിന്റെ പാർട്ടി കൊണ്ടുപോയി. അതുകൊണ്ട് രാജ്യസഭാ സീറ്റ് എങ്ങനെയും തന്നേ പറ്റൂ എന്ന നിലപാടിലാണ് ജോസ് മോൻ. CPIയുടെ സീറ്റ് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. സീറ്റ് വേണമെന്ന ആവശ്യവുമായി ശ്രേയാംസ് കുമാറുമുണ്ട്. ആകെ 2 സീറ്റാണ് ഉള്ളത്. CPM അവരുടെ സീറ്റ് ആർക്ക് കൊടുക്കും? അങ്ങനെ ആ സീനും ഡാർക്കായിരിക്കുകയാണ്. UDFിൽ നിന്ന് ഓരോരുത്തരെ അടർത്തിയെടുത്തുകൊണ്ട് വന്ന പിണറായിക്ക് അവർ തന്നെ ഏണിയായി മാറുന്ന കാഴ്ചയാണ് ഇടതിലിപ്പോൾ അരങ്ങേറുന്നത്. അവരാരെങ്കിലും മുന്നണി വിടാൻ തീരുമാനിച്ചാൽ കോൺഗ്രസ് 2 കൈയും നീട്ടി സ്വീകരിക്കും. അങ്ങനെ ലീഗിനെ കൂടി പൊക്കിയെടുത്ത് AKG സെന്ററിൽ വാഴിക്കാൻ 18 അടവും പയറ്റിക്കൊണ്ടിരിക്കുന്ന പിണറായിക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടി തുടങ്ങിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതിന്റെ വോട്ട് കുത്തനെ കുറഞ്ഞതായി കാണാം. ചിലയിടങ്ങളിൽ BJP CPMന്റെ വോട്ട് മൂടോടെ കൊണ്ടുപോയി. ആറ്റിങ്ങലിൽ BJP വലിയ ഭീഷണിയാണ് ഉയർത്തിയത്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയിയുടെ തട്ടകമായിരുന്നിട്ടും ആറ്റിങ്ങലിൽ വിജയിക്കാനായില്ല. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കുത്തനെ താഴെപ്പോയി. ഇതിൽ ഭൂരിപക്ഷവും രാജീവ് ചന്ദ്രശേഖറിനാണ് കിട്ടിയത്. ചിലയിടങ്ങളിൽ ശശി തരൂരിനും ലഭിച്ചിട്ടുണ്ട്. കൊല്ലത്ത് മുകേഷൊക്കെ ചെന്ന് തോറ്റുകൊടുക്കുകയായിരുന്നു. തെറ്റുതിരുത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നേതൃതലത്തിൽ അത് എത്രത്തോളം ഫലപ്രദമാണെന്ന് കണ്ടറിയണം. മുഖ്യമന്ത്രിയും കുടുംബവുമാണ് ആദ്യം നേരെയാവേണ്ടത് എന്ന് പാർട്ടിക്കാർക്കിടയിൽ സ്വകാര്യ ചർച്ച നടക്കുന്നുണ്ട്. അതൊന്നും പാർട്ടി വേദികളിൽ ഉയരില്ലെന്ന് മാത്രം. പണം ദൂർത്തടിക്കാനുള്ള പരിപാടികൾ ഒഴിവാക്കണമെന്നാണ് മറ്റൊരു പ്രധാന ആവശ്യം. നവകേരള സദസ്സും അതുപോലെ കേരളീയവും പോലുള്ളവ ആവർത്തിക്കരുത്. താമസിയാതെ ലോക കേരള സഭ വീണ്ടും കണ്ടേക്കും. എല്ലാ കൊല്ലവും വലിയ പൊല്ലാപ്പാണ് അത് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇത്തവണയും അത് ഒഴിവാക്കാൻ പിണറായി വിജയനും പല CPM നേതാക്കളും തയ്യാറായേക്കില്ല. കാരണം അവർക്കെല്ലാം പലതരത്തിലും നേട്ടമുണ്ടാക്കുന്ന ഇടപാടുകളാണ് ലോക കേരള സഭയ്ക്കിടയിൽ നടക്കുന്നത്. അതുകൊണ്ട് തെറ്റുതിരുത്തൽ വെറും ഒരു വഴിപാട് ചടങ്ങായി മാറാനാണ് സാധ്യതയെന്നും പലരും അടക്കം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 2026 എല്ലാം ശുഭമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.